ഗുഡ്നസ്സും ശാലോമും മാത്രമാണ് നമ്മളിവിടെ വച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില പ്രത്യേക പ്രോഗ്രാമുകൾ മാത്രം. പിന്നെ വല്ലപ്പോഴുമാണ് ശരിക്കും മക്കളുടെ ഒരു അനുഭവത്തിൽ സിനിമ അവർ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് അവർക്ക് സിനിമാ നടന്മാരെ അറിയുകയില്ല. പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് 3 സിനിമകൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അത് എല്ലാം ക്രിസ്തീയമായിട്ടുള്ള സിനിമകളാണ്. ഒന്ന് നമ്മുടെ സ്വർഗം എന്ന് പറയുന്ന സിനിമ, പിന്നെ നമ്മുടെ സിസ്റ്റർ റാണി മരിയയുടെ സിനിമ, പിന്നെ ദ ഹോപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ. ഈ 3 സിനിമകളെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. തിയേറ്ററിലായിട്ടും അല്ലാതെയും കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ സിനിമ കാണുന്ന സ്വഭാവം ഇല്ല. അതുകൊണ്ട് തന്നെ മക്കൾക്കും അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഓവറായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കൂടുതലും യൂട്യൂബിനകത്ത് പ്രസംഗങ്ങളാണ് വെക്കുന്നത്. നമ്മുടെ ദാനിയലച്ഛൻ്റെ പ്രസംഗങ്ങൾ, ഡൊമിനിക്കച്ഛൻ്റെ പ്രസംഗങ്ങൾ, അങ്ങനെ ഓരോ പ്രസംഗങ്ങളൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കും. സുഹൃത്തുക്കളെ, ഇന്ത്യ എന്ന ദരിദ്ര രാജ്യത്ത് സാധാരണക്കാരന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് സിനിമയാണ്. സിനിമയല്ല നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരണ ഒരു എന്റർടൈൻമെന്റ് പറ. അതുപോലും കാണാതെ ഇവർ ഇത്രയും നാളത് ഇങ്ങനെ ഈ ടോക്സിക് പാരന്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആ കൊച്ചുങ്ങളൊക്കെ കടുപ്പൊരിക്കും അവസ്ഥ. തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു പാരലൽ വേൾഡ് ഉണ്ട്. അവിടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന സിനിമ, പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്, ക്രിസ്ത്യൻ ബെയിൽ എന്ന് പറയുന്ന നടന്റെ കുറെ സിനിമകൾ, എന്തിനേ ക്രിസ്റ്റഫർ നോളൻ എന്ന് പറഞ്ഞ ആളുടെ സിനിമകൾ വരെ ഉണ്ട്. ഇതൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ സെമിത്തേരിയിൽ ജീവിക്കുന്ന സാധുവായ ഒരു കന്യാസ്ത്രീയുടെ ദ നൺ എന്ന് പറഞ്ഞ സിനിമയെങ്കിലും ഒന്ന് കണ്ടിരിക്കണം കേട്ടോ.